ഹലോ എവരിവൺ, എല്ലാവർക്കും ബിസിനസ് മാസ്റ്ററിയുടെ പുതിയ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ എപ്പോഴും ബിസിനസിനെ പറ്റിയിട്ട് വളരെ ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു പോകാറുണ്ട് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിൽ, എനിക്കും ഗുണകരമാവുന്ന രീതിയിൽ ഞാൻ പലപ്പോഴും ബിസിനസിനെ പറ്റിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആധികാരികമായി ബിസിനസ് ചെയ്യുന്ന ഓരോ ആളുടെയും, ആ ബിസിനസ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ഓരോ ആളുടെയും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ധനികനാകുക എന്നതാണ്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതൊന്നും കൂടി താഴെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവും, ഇല്ലാത്ത ഒരു കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യത്തോടു കൂടി നിങ്ങൾ ഈ ചാനലിൽ കാണാൻ വന്നതാണെങ്കിൽ, നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ചെറിയ ചെറിയ ഗുണകരമാകുന്ന കാര്യങ്ങളിലൂടെ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് നമുക്ക് പോകാം. എൻ്റെ ഒരു പുസ്തകമുണ്ട്, മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് വരാൻ പോകുന്ന നോ യുവർ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. നോക്കൂ, ബിസിനസ്സിൽ ധനികനാവാനുള്ള ഒരു 5 സുവർണ നിയമങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 5 ഗോൾഡൻ റൂൾസ് ഫോർ ബിക്കം വെൽത്ത് ഇൻ ബിസിനസ്. അല്ലെ, ബിസിനസ് ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത് സമ്പന്നനാകുക എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു 5 നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ, വളരെ ലളിതമായ 5 നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആവാൻ പറ്റും. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ പാലിക്കാൻ മറന്നുപോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ക്വിക്കായിട്ട് കാര്യത്തിൽ കാരണം കൂടുതൽ സമയം എടുക്കുന്നില്ല, ഇവിടെ വളരെ ഷോർട്ടായിട്ട് പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ബിസിനസ്സിൽ ധനികനാവാനുള്ള നിയമങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് താഴെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു കമന്റും കൂടി താഴെ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ ബിസിനസ്സിൽ ധനികനാവാനുള്ള 5 നിയമങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഏതൊരു ചെറിയ ബിസിനസ്സിനും അല്ലെങ്കിൽ വലിയ ബിസിനസ്സിന്റെയും ഒരേപോലെ പ്രയോജനമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിലപ്പോ ബിസിനസ് വളരെ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതാവാം, അല്ലെങ്കിൽ ചെറിയ എന്താ പറയാ സ്വയം തൊഴിലിലൂടെ ആയിരിക്കാം മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇതെല്ലാം സമ്പന്നതയിലേക്കുള്ള യാത്രയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ നിയമങ്ങൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ പോകുന്നു. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വെറും ഒരു വോയിസ് ഡയലോഗ് അല്ല, മറിച്ച് ഇത് ജീവിതത്തിൽ പകർത്തേണ്ട ചില തത്വങ്ങളെ പറ്റിയിട്ട് മാത്രമാണ് ഈ പറയുന്നത്. അല്ല, നിങ്ങൾ ഇവിടെ കേട്ടുപോയത് കൊണ്ട് യാതൊരു കാര്യമില്ല. ഇത് പകർത്തിയാൽ മാത്രമേ ആവുള്ളൂ എന്നുള്ള മുൻകൂറായിട്ട് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയാണ്. ഇത് കേട്ടത് കൊണ്ടൊന്നും ആരും പണക്കാരനാവില്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. കാരണം ഞാൻ ഇവിടെ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ മൈൻഡുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. മൈൻഡിനെ മാറ്റുന്നതിലൂടെ നമുക്ക് എന്തും സാധ്യമാകാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പൊതുവെ പറയുന്നത്. അപ്പോ ഒന്നാമത്തെ കാര്യം, ക്വിക്കായിട്ട് പോയിന്റിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, എവിടെയാണ് സമ്പത്ത് എന്നത് ശ്രദ്ധിക്കുക. അതായത് സമ്പത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ള ഒരു പോയിന്റ് ആദ്യം മനസ്സിലാക്കുക. എന്താണ്? യത് ഭാവം തത് ഭവന്തി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുന്നു എന്ന് ഭഗവത്ഗീത നമ്മളോട് ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അതായത് നമ്മളുടെ ബിസിനസിന്റെ വളർച്ച ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ്. അപ്പൊ ദാരിദ്ര്യത്തിലാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ധനം നിങ്ങളെ തേടിയെത്തുകയില്ല എന്ന തത്വം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിൽ, സ്കേർസിറ്റി മൈൻഡ് സെറ്റിൽ നിന്നും അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്കുള്ള ഷിഫ്റ്റ് മൈൻഡിലൂടെ നടത്തിയാൽ മാത്രമേ നമുക്ക് സമ്പത്ത് വർക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ ഓരോ ദിവസവും അയ്യോ വന്നില്ല, കിട്ടിയില്ല, പോയില്ല, കച്ചവടമില്ല, ഇതില്ല എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ നമുക്ക് അത് തന്നെ സംഭവിക്കും. പകരം ഞാൻ ധനത്തിനും വിജയത്തിനും അർഹനാണ്, സമ്പത്ത് എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു എന്ന് പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭാവം മാറുന്നു, മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ യത് ഭാവം എന്ന് പറയുന്ന ആ ഭാവം മാറുന്നു. അപ്പോൾ അത് തത് ഭവന്തി എന്ന് പറയുന്ന അത് തന്നെ സംഭവിക്കുന്നു എന്ന് ലളിതമായി മനസ്സിലാക്കാം. വളരെ ചുരുക്കി തന്നെ പറയാൻ ശ്രമിക്കാം. അപ്പൊ പല ബിസിനസ്സിലെയും പരാജയം എന്ന് പറയുന്നത് പണമില്ലാത്തതല്ല, അല്ലെങ്കിൽ കച്ചവടമില്ലാത്തതല്ല,
അല്ലെങ്കിൽ അത് നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കാത്തതെന്നാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകും. കാരണം നമുക്ക് നമ്മളെ ആ ബിസിനസ്സിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കും ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് ഉയരണം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്, ബിസിനസ്സിൽ പാലിക്കേണ്ട രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്, നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വിൽക്കാതെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും ചിന്തിക്കാറുണ്ട്, നമ്മൾ എന്താ കച്ചവടം നടത്തുക, എങ്ങനെയെങ്കിലും ഈ പ്രൊഡക്റ്റ് വിൽക്കണം, എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പറയുന്നത് ലോകത്തെ എല്ലാ ജീവികൾക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും. നമുക്ക് നൽകുന്നത് എന്താണ്? നമ്മൾ സന്തോഷം നൽകാനായിട്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ആരാണുള്ള? എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ആ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളിലുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങളിലേക്ക് വരുമെന്ന്. ഒരു ബിസിനസിന്റെ യഥാർത്ഥ മൂല്യം ഉണ്ടാകുന്നത് അത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുമ്പോഴാണ്. അതൊരു ആൾക്കാർ ഒരു സൊല്യൂഷനിലേക്കാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ സൊല്യൂഷൻ അവർക്ക് കൊടുക്കുക, നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ബിസിനസ് എപ്പോഴും ഒരു പരിഹാരം ആണ് നൽകുന്നതെങ്കിൽ അത് ആൾക്കാരെ നിങ്ങളിലേക്ക് എത്തുക എന്ന് വെച്ചാൽ, മറിച്ച് നമ്മളിലുള്ള പ്രൊഡക്റ്റ് അവരിലേക്ക് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളിലേക്ക് വരികയില്ലെന്ന് പറയുക. ഒരു ഉദാഹരണം, ഊബർ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഊബർ എന്താണ് ചെയ്തത്? എന്താ വണ്ടിക്ക് ടാക്സി ഇല്ലാത്തതാണോ ഊബർ ഉള്ള കാര്യം? അല്ല. ഊബർ വന്നതിലൂടെ എന്താണ്? ഗതാഗത പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അതാണ് ഊബറിനെ കൊണ്ടുള്ള ഒരു അല്ലെ. സൊമാറ്റോ എന്താ ചെയ്തത്? സൊമാറ്റോ അല്ലെങ്കിൽ ഇപ്പൊ അതാണ് നമ്മുടെ നാട്ടിൽ ട്രെൻഡ് ആയിട്ടുള്ള, അവരെന്താ ചെയ്തത്? ഭക്ഷണം മുമ്പേ നമുക്ക് എന്താ പറയാ, ഡെലിവറിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന സാധനത്തെ ആ ഒരു ഡെലിവറി അവർ ഈസിയാക്കി തന്നു. ഭക്ഷണം അവരുണ്ടാക്കുന്നില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ അതിന്റെ ഡെലിവറി അവർ ഈസിയാക്കി തന്ന മാത്രമല്ലേ ചെയ്തുള്ളൂ. ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഭക്ഷണ വിതരണത്തിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു എന്നതാണ് സൊമാറ്റോ ചെയ്ത കാര്യം. അതുപോലെ തന്നെ ഓരോ ചെറു ബിസിനസ്സിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിന്റെ പരിഹാരം കണ്ടെത്തുക എന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രശ്നം കണ്ടെത്തുക, പരിഹാരം നൽകുക, സമ്പത്ത് നേടുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, മനസ്സിന്റെ ഏകാഗ്രതയാണ് പുതിയ കറൻസി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രതയാണ് കോൺസെൻട്രേഷൻ ഈസ് ദ ന്യൂ കറൻസി എന്നാണ് പറയാ. മനസ്സിന്റെ ഏകാഗ്രതയിലൂടെ നമുക്ക് പുതിയ വിജയം സാധ്യമാകും എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. അപ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? നമുക്ക് ബിസിനസ്സിൽ ഏകാഗ്രമായി നിൽക്കാൻ പറ്റുമോ? എല്ലാം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാം ചെയ്യാൻ ശ്രമിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങളെ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവിടെ ഏകാഗ്രമായി നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി വിജയം സാധ്യമാകുന്നു. നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ പറയുകയുണ്ടായി, 100 നല്ല ആശയങ്ങളോട് വേണ്ട എന്ന് പറയാനുള്ള കഴിവാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുറേ ആശയങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നോ എന്ന് പറഞ്ഞ് നമ്മളുടെ പ്രൈമായിട്ടുള്ള ആ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നതാണ് ബിസിനസിന്റെ വിജയം എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരം ഇരുന്നുകൊണ്ട് ബിസിനസിന്റെ നല്ല 3 കാര്യങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. അത് ചെയ്യാൻ ആ ദിവസം ശ്രമിക്കുക, ചെയ്യാതെ കടന്നു പോകാൻ ശ്രമിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. നാലാമത്തെ നിയമം എന്ന് പറയുന്നത്, പണം നിയന്ത്രിക്കുക, പണത്തോടൊപ്പം വളരുക എന്ന് പറയും. എന്താണ്? നമ്മൾ ധാർമ്മികമായിട്ടുള്ള സ്വത്താണ് നമ്മുടെ എല്ലാവരെയും ആവശ്യം. ധാർമ്മികമായ സ്വത്ത് നേടുക എന്നത് ജീവിത ലക്ഷ്യത്തിന്റെ ഏറ്റവും പരമാർത്ഥമാണ്. നിങ്ങൾ പുരുഷാർത്ഥങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. എന്താണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്? നമ്മള് അർത്ഥം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമൊക്കെ. ബിസിനസ് കുറെ വെട്ടിപ്പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് അർത്ഥവത്തായ ധാർമ്മികമായിട്ടുള്ള സമ്പത്ത് ഉണ്ടാക്കുക എന്നതാണ്. അപ്പൊ ബിസിനസ്സിൽ എന്താ പറയാ, പണം എന്ന് പറയുന്നത് ബിസിനസിന്റെ രക്തം പോലെയുള്ള ഒരു സംഭവമാണ് അല്ലെ. അതിനെ മനസ്സിലാക്കുക, ശരിയായി കൈകാര്യം ചെയ്യുക, വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാതെ പോകരുത്. വളരെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്ന ദിവസം ക്ലാസ്സുകളിലേക്ക് ഇത് മനസ്സിലാക്കുന്നു. വെൽത്ത് മാസ്റ്ററി പോലുള്ള നമ്മുടെ ക്ലാസ്സുകൾ, നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ, വെൽത്ത് മാസ്റ്ററി പോലുള്ള ക്ലാസ്സുകൾ ബിസിനസ്സിൽ ആവശ്യങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ക്ലാസ്സിൽ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജസ്റ്റ്
സ്റ്റേ ട്യൂൺ ഹിയർ. നിങ്ങൾക്ക് പലപ്പോഴും ഫ്രീ സെഷൻസും ലഭിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വെബിനാറുകൾ ലഭിക്കും, പെയ്ഡ് വെബിനാറുകൾ ലഭിക്കും, പെയ്ഡ് ക്ലാസ്സുകളൊക്കെ നമ്മൾ കൂടെ എപ്പോഴും ഉണ്ടാവുന്നു. ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഭാഗമാകുമ്പോൾ അവിടെ കൂടുതൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വാറൻ ബഫറ്റ്സിന്റെ പ്രശസ്തമായൊരു കോട്ടുണ്ട്. അതിങ്ങനെയാണ്: ചിലവഴിക്കുന്നതിന് ശേഷം ബാക്കിയുള്ളത് സമ്പാദിക്കുക എന്നതല്ല യഥാർത്ഥത്തിൽ സമ്പാദ്യം എന്ന് പറയുന്നത്, മറിച്ച് സമ്പാദിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചിലവഴിക്കുക എന്നാണ്. നമ്മൾ എത്രത്തോളം അത് പ്രാവർത്തികമാക്കുന്നു എന്ന് ചോദിക്കുക. ഇപ്പൊ കുറെ അത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, പഠനവും വളർച്ചയും ഒരിക്കലും അവസാനമല്ല എന്ന് ചിന്തിക്കുക. എന്താണ്? വിദ്യാച അവിദ്യാനാം ച എന്ന് പറയാറുണ്ട്. വിജ്ഞാനവും അതിന്റെ പ്രയോഗവും ചേർന്നാൽ മാത്രമേ ബിസിനസ് വളർച്ച സംഭവിക്കുകയുള്ളൂ എന്ന് പറയും. അതായത് നമ്മളുടെ ബിസിനസ് വളർച്ചണമെങ്കിൽ തുടർച്ചയായ പഠനം ആവശ്യമാണ്. അല്ലാതെ എനിക്കെല്ലാം അറിയാമെന്ന് തോന്നുന്നവന് ഒരിക്കലും വളരാൻ സാധിക്കില്ല. ബിസിനസിന്റെ തുടർച്ചയായ പഠനം എപ്പോഴും ആവശ്യമാണ്. അത് പുതിയ മാർക്കറ്റ് ട്രെൻഡുകളാവട്ടെ, മാർക്കറ്റിംഗ് ടൂളുകളാവട്ടെ, ഇതുപോലെ ക്ലാസ്സുകളാവട്ടെ, ഉപഭോക്തൃ സ്വഭാവമാവട്ടെ, മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹമായിക്കോട്ടെ, മാറിക്കൊണ്ട് ട്രെൻഡായിട്ട് എല്ലാം പഠിക്കാൻ പറ്റണം. ഒരു മികച്ച സിഇഒമാരും ഓരോ ആഴ്ചയും ഒരു പുസ്തകം വെച്ച് വായിക്കുന്നു എന്നാണ് കണക്ക്. എന്തുകൊണ്ടാണ്? ഈ പുസ്തകത്തിൽ പുതിയ ഇൻഫർമേഷനുകൾ വന്നുകൊണ്ടേയിരിക്കും, അത് വായിക്കണം. അപ്പൊ നമുക്ക് അത്രയും വേണ്ടെങ്കിലും ഒരാഴ്ചയിൽ ഒരു ക്ലാസ്, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ ഒരു 3-4 ക്ലാസ്സുകളെങ്കിലും കേൾക്കുക, പഠിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുപോലെ ഞാൻ ഇതുപോലുള്ള ക്ലാസ്സുകൾ, യൂട്യൂബിലെ ക്ലാസ്സുകൾ, പോഡ്കാസ്റ്റുകളൊക്കെ, സൂം വെബിനാറുകളൊക്കെ പങ്കെടുക്കുക. ആഴ്ച തോറും പഠിക്കാൻ നിൽക്കുക. ഒരാഴ്ച ഒരു പഠനം എന്ന രീതിയിൽ ഒരു വർഷം 52 പുതിയ അറിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇത്തരം ഈ 5 നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊരു കേവലം നിയമങ്ങളായിട്ട് മാത്രം എടുക്കരുത്, മറിച്ച് ജീവിതത്തിന്റെ ദർശനങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇവയെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ദിവസവും ഒരു 5 മിനിറ്റ്, 1 മണിക്കൂർ, അരമണിക്കൂർ നേരം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ മതി. സമ്പത്ത് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ സമ്പത്തിന്റെ പിറകെ പോകേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലെ വലിയ മാറ്റത്തിന് നിങ്ങൾ പോകേണ്ടിയിരിക്കുന്നു. സമ്പത്ത് ആദ്യം മനസ്സിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുക. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. സമ്പത്ത് ആദ്യം മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഉൽപ്പന്നം വിൽക്കരുത്, പ്രശ്നം പരിഹരിക്കുക. ഏകാഗ്രമായ മനസ്സാണ് വിജയത്തിന്റെ അമൂല്യമായ കറൻസി എന്നറിയുക. പണത്തെ അറിയുക, കൈകാര്യം ചെയ്യുക, വളർത്തുക, തുടർച്ചയായി പഠിക്കുക, വളർച്ചയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുക എന്ന് പറയും. ഈ നിയമത്തെ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോവുക. താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ നിയമത്തെ നിങ്ങൾ എപ്പോഴാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത്, ഇന്നു മുതലാണ് നിങ്ങൾ തുടങ്ങുന്നത് എന്ന് താഴെ കമന്റ് ആയിട്ട് വയ്ക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനലിൽ കൂടുതൽ ആൾക്കാരെ എത്താനും നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.